ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സുധാ മേനോൻ ഒരു പുതിയ മുരിങ്ങക്കായ മെഴുക്ക് പുരട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാവരും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് തോന്നണം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പം ഞാൻ ആദ്യം ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിരിക്കുകയാണ്. പിന്നെ മിക്സിയിൽ കുറച്ച് ഉള്ളിയും മുളകും കൂടെ അരച്ചു. എന്നിട്ട് ഈ ചീനച്ചട്ടി വെള്ളം വെച്ചതിൽ മുരിങ്ങക്കായ മുറിച്ചത് ആഡ് ചെയ്യാണ്. ഈ മുരിങ്ങക്കായ മുറിക്കുമ്പോൾ ഒരു 2 ഇഞ്ച് നീളത്തിൽ മുറിക്കുക. കൂടുതൽ നീളത്തിൽ വന്നാൽ നമുക്ക് കടിക്കാനും ആയിടാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളം വയ്ക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഞാൻ ഈ ഉള്ളിയും മുളകും അരച്ചതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ ഇപ്പോൾ ഒരു 2 സ്പൂൺ അരച്ചത് നല്ലോണം 2 സ്പൂൺ അതിലേക്ക് ഇട്ടു. ഇത് അരച്ച് വെച്ചാലും നമുക്ക് ഉപയോഗമാണ്. ദോശയ്ക്കൊക്കെ വല്ലതും കഴിക്കുമ്പോഴൊക്കെ നല്ലതാണ്. ഞാനിത് മുളക് പൊടി ഉപയോഗിച്ചിട്ടില്ല, മുളക് ഉപയോഗിച്ചിട്ട് തന്നെ അരച്ചിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ഉള്ളിയും കൂടെ അരയ്ക്കാം. പക്ഷെ ഇങ്ങനെ അരയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനതിൽ ഉപ്പ് മതിയോ നോക്കിയിട്ട് ഇപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണോ എന്ന് തോന്നിയപ്പോൾ ആഡ് ചെയ്യണം. അരച്ചതിലത്തേൽ പോരാ. അപ്പോൾ ഇതിലേക്ക് ഒപ്പാണ് വെള്ളം വെച്ച് ചെയ്യേണ്ടത്. ഇനി ഇതിനെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ആ ഇടയിൽ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം അത് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് നേരം കൂടി അടച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാനിതൊന്ന് വറ്റി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഒന്ന് വറ്റി നന്നായിട്ട് മുരിങ്ങക്കായലൊക്കെ പിടിച്ചു. ഈ സമയത്ത് പിടിച്ചു വരുന്ന സമയത്ത് ലേശം കൂടി വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ലൊരു മണം കിട്ടും. ഇത് വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. എന്താ കാരണം വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, വെള്ളത്തിലാണല്ലോ വേവിച്ചത്. അപ്പോൾ ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇപ്പോൾ ഇതൊന്നും കൂടി ഡ്രൈ ആയിട്ട് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഇനി ഞാൻ അടുത്തൊരു മെഴുക്ക് പുരട്ടി ഏതാണെന്ന് കാണിക്കാം. അപ്പോൾ എൻ്റെ പാനിലേക്ക് ഇതാക്കി. അപ്പോൾ ഞാനിനി അടുത്തതൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ അടുത്ത മെഴുക്ക് പുരട്ടി കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതും വളരെ എളുപ്പമാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് മണം. എന്തെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ കടുകിടുകയാണ്. കടുക് പൊട്ടുമ്പോഴേക്കും ഉഴുന്നുപരിപ്പ് കേട്ടോ. കറിവേപ്പില ഇടണം. എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പില ഇല്ല, കഴിഞ്ഞു പോയി. 1 മിനിറ്റ് എൻ്റെ ചെടിയിൽ നിന്ന് പറിച്ചിട്ട് വരട്ടെ. അതിൻ്റെ കൂടെ ഒരു ചുവന്ന മുളക് പൊട്ടിച്ചിട്ടതാണ് കേട്ടോ. ചുവന്ന മുളക് പൊട്ടിച്ചു. എൻ്റെ കറിവേപ്പില കൊണ്ടുവന്നു, അതും ചെറുതായിട്ട് കറിവേപ്പിലൊക്കെ നിൽക്കേണ്ടത്. അത് പഴുക്കാൻ അതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം പൊട്ടി വന്നപ്പോൾ ഒരു പച്ചമുളക്, നല്ല എരിവുള്ളതും, ചെറിയ ഉള്ളി ഒരു 8 എണ്ണം ഉണ്ട്. ഇത് സിമ്പിൾ വാഴയ്ക്ക ഉപ്പേരി. നേന്ത്രക്കായയില. ഇത് നമ്മുടെ നാട്ടിൽ അതിനെ എൻ്റെ കായ പറയാൻ സ്വന്തം വാഴയ്ക്ക എന്ന് പറയും. ഇനി ഇവിടെ വേറെ എന്തോന്ന് പറയും. അപ്പോൾ ഇതൊന്ന് നന്നായി ആവട്ടെ. ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതാ വാഴയ്ക്ക ഞാനിങ്ങനെ മുക്കിയിരിക്കണേ. ഒരൊറ്റ വാഴയ്ക്കയാണ് കേട്ടോ ഇത്, ഒരേ ഒരു വാഴയ്ക്ക. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. സ്പെഷ്യലായിട്ട് ഇതൊന്നും ആഡ് ചെയ്യേണ്ട. അത് 5 മിനിറ്റ് കൂടി വേണ്ട അത് വേവാൻ. നേന്ത്രക്കായുടെ അത്ര വേവൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഒന്ന് ഞാൻ നന്നായി ഇളക്കുക. മഞ്ഞളും കൂടി ഇടണം. മഞ്ഞൾ ഇട്ടിട്ട് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും.
ഊണ് കഴിക്കാൻ പ്ലേറ്റ് വെക്കുമ്പോൾ ചൂടാണ്. അത്രയ്ക്ക് വേവുള്ളൂ. കുറച്ച് ഉപ്പ് കൂടി ഇട്ടു. ഉപ്പ് മതിയാൻ തോന്നുന്നു. ലേശം കൂടി ഇടട്ടെ. എന്നിട്ട് ഇതിനെ അങ്ങനെ അടച്ചു വയ്ക്കും കേട്ടോ. നന്നായി ഇളക്കിയിട്ട് ഞാനിപ്പോൾ തോന്നുന്നു 1 ടീസ്പൂൺ വെള്ളം, ഒരൊറ്റ ടീസ്പൂൺ, 1 ടീസ്പൂൺ വെള്ളം. ഇനി ഇതിനങ്ങനെ അടച്ചു വയ്ക്കാൻ പോകുന്നു കേട്ടോ. നല്ലോണം മീഡിയം ഫ്ലെയിമിലാക്കുക. ഹൈ ഹീറ്റിൽ വെക്കുകയല്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഞാനൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ എൻ്റെ വാഴയ്ക്ക ഉപ്പേരി ഞാൻ പറഞ്ഞ മാതിരി 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കും കേട്ടോ. എന്നിട്ട് ഇപ്പോൾ നല്ലോണം വെന്തു. ഇത് കണ്ടോളൂ, നന്നായിട്ട് ഒന്ന് ഇനി നീര് വലിയണം. ഞാൻ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ പറയാൻ മറന്നു. എന്താ വെച്ചാൽ ഞാൻ ഉള്ളി പച്ചമുളക് ഇട്ട സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 5 വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നു. ഞാൻ അത് അപ്പം കാണിക്കാൻ മറന്നു. പിന്നെ ഞാൻ കാണിക്കുമ്പോൾ എൻ്റെ വീഡിയോ വന്നില്ല. അപ്പോൾ അതുകൂടി നിങ്ങൾ ആഡ് ചെയ്യണം. ആ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇടുന്ന സമയത്ത് ഒരു 5 അല്ലി വെളുത്തുള്ളി. ഇത് വളരെ ടേസ്റ്റ് കൂട്ടും ആ ഉപ്പേരിക്ക്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. എന്താ വെച്ചാൽ അത് വെളുത്തുള്ളി നല്ലതാണല്ലോ. അതിനെ ചതയ്ക്കുക, ഒരൊറ്റ കത്തി കൊണ്ടൊന്നിങ്ങനെ ആക്കിയാൽ മതി. എന്നിട്ട് ആ ഉള്ളിയുടെ കൂടി ഇടുക. ഇപ്പോൾ അതെല്ലാം കൂടി അപ്പം ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇതിൽ. ഞാനത് കാണിക്കുമ്പോൾ വന്നില്ല. എവിടെ ഇപ്പോൾ വെളുത്തുള്ളി കാണിക്കട്ടെ. ഞാൻ 1-2 ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ. നമുക്ക് വെയിറ്റ് നിങ്ങൾക്ക് കാണുന്ന ഞാൻ വിചാരിക്കണു. ഇതാ വെളുത്തുള്ളി കണ്ടോ, ഇങ്ങനെ ചതച്ചിട്ടിട്ടിരിക്കുക. ഇത് നല്ലൊരു മണം തരും. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഉപ്പേരിയൊക്കെ നന്നായി നീര് വലിഞ്ഞു. ഇനി ഞാനിതിനെ പാനിലാക്കട്ടെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ 2 ഉപ്പേരി, മുരിങ്ങക്കായ മെഴുക്ക് വരട്ടി, വാഴയ്ക്ക മെഴുക്ക് വരട്ടി. ഇത് എനിക്ക് എങ്ങനെ വെച്ചാൽ ഒരു കാര്യം ഞാൻ പറയണത്, ഉപ്പേരി ഇത്തിരി നല്ലോണം കഴിക്കേണ്ട ആളാണ്. അപ്പോൾ എൻ്റെ ഭർത്താവിന് എപ്പോഴും ഒരു കളിയാക്കലാണ്, ഉപ്പേരി ഉണ്ടാക്കിയാൽ മുഴുവൻ കഴിഞ്ഞു പോകണം. അതെ, ഞാൻ ചോറ് കുറച്ച് കഴിച്ചിട്ട് ഉപ്പേരി ഒരുപാട് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതൊന്ന് എൻ്റെ പാനിലാക്കിയിട്ട് കാണിക്കാം. ഇപ്പം എൻ്റെ ടേസ്റ്റി വാഴയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. അപ്പോൾ ഇന്ന് ഈ 2 മെഴുക്ക് പുരട്ടിയാണ് ഇന്നത്തെ ഐറ്റം. അപ്പോൾ ഫ്രണ്ട്സ്, സുധാ മേനോൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ ഇറ്റ്സ് ബൈ ഫ്രം മീ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.